വെൽക്കം ടു സിനഫ സക്സസ് സ്റ്റോറീസ്. ഇത് നമ്മുടെ സക്സസ് സ്റ്റോറീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ ലാസ്റ്റ് ഇയർ ഡെവോപ്സ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അനാമികയാണ്. അപ്പോൾ അനാമികയിൽ തന്നെ തുടങ്ങാം. ഹായ്, ഞാൻ അനാമിക. ഞാൻ ജൂനിയർ ഡെവോപ്സ് എഞ്ചിനീയറായിട്ട് നുബ്ലിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 6 മന്തോളായി ഡെവോപ്സിൽ അവിടെ വർക്ക് ചെയ്യുന്നു. ഡെവോപ്സ് എഞ്ചിനീയർ റോളിലേക്ക് ഡയറക്ടർ എൻട്രി കിട്ടിയ ആളാണ് അനാമിക. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് പാടുണ്ടായിരുന്നു. എനിക്ക് അവിടുന്ന് ടാസ്കുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പം വീക്ക് വൈസ് പ്ലാൻ വെച്ചിട്ടായിരുന്നു ടാസ്ക്. ഓരോ വീക്കും ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. എനിക്കത് 3 months കൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഓൺ റോൾ ആകണമായിരുന്നു. അപ്പം ഞാൻ 4th month തന്നെ എനിക്ക് ഓൺ റോളായി. അപ്പം എനിക്ക് ഈ ഇൻറ്റേൺഷിപ്പ് പീരീഡിൽ എനിക്ക് മോണിറ്ററിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് സെർവറിൻ്റെ ആക്സസ് കിട്ടി തുടങ്ങി. എനിക്ക് നല്ല 4th month തൊട്ട് 4th month തൊട്ട് എനിക്ക് സെർവറിൻ്റെ ആക്സസ് കിട്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു സെർവർ കയറി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോലും എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എനിക്ക് മിസ്സിനറിയാലോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് വേണ്ടി. അപ്പം എനിക്ക് നല്ലൊരു സപ്പോർട്ട് മിസ്സ് തന്നുകൊണ്ട് എനിക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു BCA കഴിഞ്ഞിട്ട് ഡെവോപ്സ് എഞ്ചിനീയർ എന്ന് തന്നെയായിരുന്നോ പ്ലാൻ ഉണ്ടായിരുന്നത്? ശരിക്കും അല്ല, ഞാൻ ശരിക്കും ഡെവോപ്സ് ചൂസ് ചെയ്യാവുന്ന ഒരാളല്ല. ഞാൻ വേറെ ഒരു കോഴ്സ്, ഞാൻ സൈബർ സെക്യൂരിറ്റി ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. എല്ലാവരെയും പോലെ. അതെ, എനിക്ക് പക്ഷേ ഞാൻ ചൂസ് ചെയ്തതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്വിക്കായിട്ട് ജോലി കിട്ടണം. PG കംപ്ലീറ്റ് ചെയ്യാൻ, PG പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് ജോലി വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കാം എന്ന് തീരുമാനിച്ചത്. എന്തുകൊണ്ട് സിനഫോ? അപ്പം എനിക്ക് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പം എനിക്ക് റാൻഡമായിട്ടൊരു കോൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു എൻക്വയറിക്ക് ഒന്ന് വന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻക്വയറിക്ക് വന്നു. ഞാൻ സൈബർ സെക്യൂരിറ്റി അന്വേഷിച്ചാണ് വന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി, അപ്പോൾ എനിക്ക് എൻക്വയറി എടുത്ത ശ്രീജി സാറായിരുന്നു. അപ്പോൾ ആളെനിക്ക് സൈബർ സെക്യൂരിറ്റിനെ കുറിച്ചും പറഞ്ഞു തന്നു, ഡെവോപ്സിനെ കുറിച്ചും പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് തോന്നി ഡെവോപ്സിനെ കുറിച്ച് എനിക്ക് ആൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കരിയർ സ്വിച്ച് ചെയ്താൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇനി നല്ലൊരു സ്കോപ്പ് ഞാൻ കണ്ടു. സോ ഞാൻ അത് ചൂസ് ചെയ്തു. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് ടൈമിൽ, സിനഫോയിൽ ഉണ്ടായിരുന്ന ട്രെയിനിങ് ടൈമിൽ നിന്ന് ഇവിടെ നുബിനിക്സിൽ ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരുന്നു? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു ജോബ് റോളിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിനിങ് എത്രത്തോളം അനാമികൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാ ടൂൾസിൻ്റെയും ബേസ് പഠിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ചെന്നിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കൂടുതൽ കാര്യങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് പഠിച്ചു. ഇവിടുന്ന് ആ ബേസിൻ്റെ പുറത്താണ് ഞാൻ എല്ലാം അവിടെ ചെന്ന് ഓക്കെ ആക്കി എടുത്തത്. നമ്മൾ കോളേജ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ലേണിംഗ് പ്രോസസ്സിൽ നിന്ന് സിനഫോയിൽ വന്നപ്പോഴത്തേക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ചേഞ്ച് എത്രത്തോളം റിഫ്ലക്റ്റ് ആയി നമ്മുടെ ഇപ്പോൾ സെൽഫ് ലേണിങ്ങിലാണ് ഇപ്പം ഉള്ള അല്ലേ? എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ചെയ്യാൻ കേപ്പബിൾ ആവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നത് കോളേജ് ടൈമിൽ? ആ ഒരു പഠിക്കുന്ന മെത്തേഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചേഞ്ച് ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ? കോളേജിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലെക്ചർ പ്രിപ്പയർ ചെയ്ത് തരും. അത് മാത്രം പഠിച്ചിട്ടായിരുന്നു എക്സാംസിന് പാസ്സായിക്കൊണ്ടിരുന്നത്. എക്സാംസിന് പാസ്സാവുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പറ്റുന്നൊരു കേസല്ലായിരുന്നു. നമുക്ക് ആദ്യം ഇങ്ങനെ എനിക്ക് ഈ ക്യാച്ച് ചെയ്ത് ഓർമ്മിച്ച് വെക്കാനൊരു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ടാസ്ക് തന്നാണ് ഞാൻ ഇതിൽ സെറ്റായത്. നമുക്കിപ്പോൾ വീക്ക് വൈസ് ഒരു പ്ലാൻ തന്നിട്ട് പിറ്റത്തെ ദിവസം മിസ്സിനെ അത് പറഞ്ഞ് കേൾപ്പിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് അത് ലേൺ ചെയ്ത് ഒരു ഫിൽട്രേഷൻ പ്രോസസ്സായിരുന്നു. അങ്ങനെ തന്നെയാണ്. ഞാൻ കോളേജിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ലേണിംഗ് എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റാണ്. കിട്ടിയ ഡോക്യുമെൻ്റ് പഠിച്ച് അല്ലെങ്കിൽ ആ ലെക്ചർ മാത്രം ഫോളോ ചെയ്തിരുന്നു. ഓക്കെ. അങ്ങനെ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത് വെച്ചിട്ട് നുബിനിക്സിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ലെവലിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു? ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, പക്ഷെ അങ്ങനെ മൊത്തമായി കാണാതെ പഠിച്ച് ഒരിക്കലും ഒരു വർക്ക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ എനിക്ക് സിനിഫോടെ അത് തന്നെയാണ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത്. കാരണം സെൽഫ് ലേൺ ചെയ്താലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു സിനിഫോയിൽ വന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾ അത് തന്നെയായിരുന്നു. നമ്മുടെ ക്ലാസ് എക്സ്റ്റെൻഡ് ആയി പോകാൻ ഒരു മെയിൻ റീസൺ അതായിരുന്നു. പഠിച്ച് ഓർമ്മിക്കാൻ പറ്റുന്നില്ല, പറയുന്നത് കറക്റ്റ് ആണോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു 1 month കൊണ്ട് തന്നെ അത് കവർ ചെയ്ത്
ബൈ ലേണിംഗ് ത്രൂ ആണ് ഓക്കെ ആക്കി എടുത്തത്. ഓക്കെ, ആ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് നമുക്ക് കൂടുതൽ ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളതൊന്ന് നമ്മൾ അതിൻ്റെ അകത്ത് റിയലൈസ് ചെയ്യാണ്. അത് മുതൽ നമ്മൾ അവിടെ ഒരു 2 hours ക്ലാസ്സിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു 9 to 6 എന്നുള്ള ടൈമിൽ തന്നെ അവൈലബിൾ ആവുന്ന ഒരാളായി മാറിയിരുന്നു. അപ്പോൾ ആ ചേഞ്ച് എത്രത്തോളം 2 hours ക്ലാസ്സിൽ നിന്ന് നമ്മളൊരു ഫുൾ ടൈമിലേക്ക് ചേഞ്ച് വന്നപ്പോൾ എന്തൊക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 11:30 തൊട്ടിട്ടായിരുന്നു ക്ലാസ്. അപ്പം 1:30 വരെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന ആ ക്ലാസ് കഴിഞ്ഞിട്ടിരുന്നതുകൊണ്ട് എനിക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ലേൺ ചെയ്ത് ഞാനിങ്ങനെ നന്നായി ഓർക്കാൻ ഞാൻ പഠിച്ചു. അതാണ് എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. രാവിലെ മീൻസ് നമ്മളിവിടെ ഉള്ളൊരു കളിയാക്കിയിട്ടുണ്ട്, രാവിലെ വന്നതാണല്ലോ പോയിട്ടില്ലല്ലോ എന്ന്. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് മീൻസ് ഇപ്പം മിസ് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അപ്പുറത്തെ ക്ലാസ്സിൽ സാറ് വന്നിട്ട് ഞങ്ങൾക്ക് ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീജ് സാറാണെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ രീതിക്ക് തന്നെ നമ്മളെ കൺസിഡർ ചെയ്ത് നന്നായിട്ട് നമുക്കത് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹോസ്റ്റലിൽ ചെന്നിട്ടാണെങ്കിൽ പോലും രാത്രിയാണെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിനാണെങ്കിൽ എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിട്ട് ഓക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. സിനഫോലെ ലേണിംഗ് പ്രോസസ്സിൽ നിന്ന് നുബിനിക്സിലേക്ക് വന്നപ്പോൾ എങ്ങനെ അനാമികനെ ഹെൽപ്പ് ചെയ്തു ഇവിടുത്തെ കാര്യങ്ങൾ? എനിക്ക് സിനഫോൾ ക്ലാസ് എന്ന് പറയുമ്പോൾ 11:30 തൊട്ട് 1:30 വരെ ആയിരുന്നു. ആ 2 hours കഴിഞ്ഞിട്ട് ബാക്കി സമയം ഞാനിവിടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ വന്നിട്ട് വൈകുന്നേരമായിട്ടും പോണില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തത് കൊണ്ട് എനിക്ക് അവിടെ ചെന്നിട്ട് നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കാനുണ്ടായ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആലോചിച്ച് ഇതിങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താണ് ആ ഒരു സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പം ന്യൂബിനിക്സിൽ ചെന്നപ്പോഴാണെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൊജക്റ്റിൽ ആളില്ലെങ്കിൽ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പം അവിടെ ആദ്യം തൊട്ട് നമുക്ക് കണ്ടുപിടിച്ച് ഫൈൻഡ് ചെയ്യണമെന്ന് ഇവിടെ നിന്നൊരു ബേസ് കിട്ടിയോണ്ടാണ് ഞാൻ അവിടെ ചെന്നപ്പോഴും അത് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് പണിയെടുപ്പിച്ചിട്ടുണ്ടല്ലേ? ഒരുപാട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഡെയിലി നമുക്ക് വീക്ക് വൈസ് മിസ് ടാസ്ക് തരുമായിരുന്നു. മിസ് നമുക്ക് ടാസ്ക് തരുമായിരുന്നു. ടാസ്ക് ചെയ്യാൻ മീൻസ് എനിക്കൊരു തവണ ഒരു സംശയം, എനിക്ക് അറിയാവുന്ന കാര്യമായിരുന്നു, അത് കണ്ടുപിടിക്കാനായിട്ട് 3 ദിവസം ഇരുന്നിട്ടുണ്ട്. ചോദിക്കുമ്പോൾ സാധാരണ മിസ് അത് പറഞ്ഞു തരാറുണ്ട്, ക്ലിയർ ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ മിസ് സത്യം പറഞ്ഞാൽ അതൊരു കസ്റ്റം പോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന സംഭവം മാത്രമായിരുന്നു. അതിനു വേണ്ടി അത് ഞാൻ കണ്ടുപിടിച്ച് അത് അതിനു വേണ്ടി മിസ് എന്നെ 3 ദിവസം ഇരുത്തി നന്നായിട്ടൊരു പണിയെടുപ്പിച്ചിട്ടുണ്ട്. ഇനി അറിയില്ല. ഇനി അങ്ങനെ മിസ് എന്നെ വഴക്കായിട്ടല്ല എന്നെ അത് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട സംഭവങ്ങളൊന്നും ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല. 3 ദിവസം കൊണ്ടാണ് ഞാൻ ആ സാധനം കംപ്ലീറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ എനിക്ക് പണിയെടുപ്പിച്ചതായിട്ടല്ല, ആ പണിയെടുപ്പിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പിലായതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഏരിയയിലും ഇപ്പോൾ കവർ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? അതായത് ഇവിടുന്ന് നമ്മൾ എല്ലാ ടൂളുകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നമ്മളൊരു ഏരിയ അല്ലെങ്കിൽ വേറൊരു കമ്പനിയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പോർഷൻ മാത്രമായിരിക്കും ചിലപ്പോൾ അനാമികയ്ക്ക് ആക്സസ് കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് ഇവിടെ? ഞാനൊരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് എനിക്ക് നല്ല രീതിക്ക് ഉള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ക്രൈസിസ് ഓവർകം ചെയ്യണം. ഞാൻ മിസ്സിൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്തിട്ടാണ് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഈ ക്രൈസിസ് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പം ന്യൂബിനിക്സിൽ വന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ഏരിയ അല്ല കിട്ടിയത്, ഒരു ഹോൾ പാർട്ട് കിട്ടി. അപ്പോൾ എൻ്റെ ലേണിംഗ്, എൻ്റെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് സ്റ്റാർട്ടപ്പ് ചൂസ് ചെയ്തതുകൊണ്ട് ഐ എം ഹാപ്പി, കുഴപ്പമില്ല. അത് കരിയറിൽ എങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട്? എൻ്റെ കരിയറിൽ ഒരു നല്ല ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഞാൻ സ്റ്റാർട്ടപ്പിൽ ചൂസ് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് ഇപ്പം ഞാൻ വേറൊരു കമ്പനിയിലായിരുന്നെങ്കിൽ എനിക്കൊരു ചെറിയ ഏരിയ മാത്രമേ ഗ്രോ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ബട്ട് ഞാൻ അന്ന് എടുത്ത ഒരു ഡിസിഷൻ റൈറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. ഒരു സ്റ്റാർട്ടപ്പ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിൽ അനാമികയ്ക്ക് ശരിക്കും അത് ബെറ്റർ ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടില്ലേ? എനിക്ക് എൻ്റെ കരിയറിന് നല്ലൊരു ഗ്രോത്ത് തന്നെയാണ് ഫീൽ ചെയ്തത്.
എല്ലാ ഒരു സ്റ്റാർട്ടപ്പിനും ഒരു സ്ട്രക്ചർ ഇല്ലാത്തതിൻ്റെ ഫോം ഇനീഷ്യലി ഉണ്ടാവും. അതിന് ശേഷമാണ് ആ ഒരു ഫോമിലേക്ക് വരിക. അപ്പോൾ നമുക്കിപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാ സൈഡിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് വഴി ഇനി അടുത്തൊരു പ്ലാനിലേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലൊക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ലെവലിൽ അനാമികയ്ക്ക് എനിക്ക് തോന്നുന്നു മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അതെന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് എല്ലാ ഏരിയയും നമ്മൾ ഫോക്കസ് ചെയ്യണം. ഒരാളില്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഷിഫ്റ്റിൽ ഓരോ ആൾക്കാരായിരിക്കും. അപ്പം മറ്റൊരാൾ ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു കമ്പനി ഞാൻ ചൂസ് ചെയ്തായിരുന്നെങ്കിൽ എനിക്കത് നടക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർട്ടപ്പ് ചൂസ് ചെയ്തുകൊണ്ട് എൻ്റെ കരിയറിന് ഗ്രോത്തേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ സിനഫോളി സ്റ്റുഡൻസിന് ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അനാമികയ്ക്ക് എന്തായിരിക്കും പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ക്ലാസ്സിൽ കറക്റ്റായിട്ട് വരിക. ഓക്കെ, എല്ലാവരും വലിയ ടീച്ചർമാർ വരിക. ഇപ്പോൾ മിസ്സ് ഞങ്ങളെ ക്ലാസ്സിൽ ഒരു മിനിറ്റ് നമുക്ക് അന്നത്തെ ദിവസം അറ്റൻഡൻസ് തരാതിരുന്നിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു മിനിറ്റ് വൈകിയോണ്ടാണ് ഞങ്ങൾക്ക് തരാണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ വന്നുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും പഞ്ചലായിട്ട് വന്നു തുടങ്ങുക. ക്ലാസ്സിൽ പഞ്ചലായിട്ട് വരിക, തരണ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലിയർ ചെയ്ത് പഠിക്കുക, കിട്ടുന്ന അത്രയും സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. കാരണം ഇപ്പം നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ മിസ് ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ വേറെ ആരോട് ചോദിച്ചാലും അപ്പുറം ഇരിക്കുന്ന ക്ലാസ്സിലെ സാറിനോട് ചോദിച്ചാലും ആൾ ക്ലിയർ ചെയ്ത് നന്നായിട്ട് തരാറുണ്ട്. അപ്പോൾ ഇനിയുള്ളവരോട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ കിട്ടണ സമയം നന്നായി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. അതായത് ക്ലാസ്സിന് വരുന്നത് ഒരു ചടങ്ങ് പോലെ കാണാതെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന എയിമിലെത്തണം, മീൻസ് ഇപ്പം ഡെവോപ്സിലാണെങ്കിൽ ഡെവോപ്സ് എഞ്ചിനീയറായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള ആ എയിമിൽ വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 2 hours കൊണ്ട് നമുക്ക് ടൈം തികയില്ല. സോ ആ 2 hours കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ആ ടൈമിൽ നമുക്ക് വർക്ക് ചെയ്തേ പറ്റൂ. നമുക്ക് മുൻപേ തന്നെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു സാഹചര്യം ഉപയോഗിച്ചിട്ടുള്ള ചുരുക്കം ചിലരിൽ ഒരാളാണ് അനാമിക. അപ്പോൾ ഈ ടൈം മുതൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഈ നമ്മുടെ കൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ടൈമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു സെൽഫ് ലേണിങ്ങിൻ്റെ ഒപ്പം തന്നെ മെൻറ്റർഷിപ്പും കൂടെ വേണം എന്ന് മനസ്സിലാക്കി ഇരിക്കുന്നതിൻ്റെ ഒരു ചേഞ്ച് അവരിൽ കാണാം. അപ്പോൾ ആ ചേഞ്ച് കൊണ്ട് തന്നെയാണ് നമുക്കൊരു ബെറ്റർ റിസൾട്ടിലേക്ക് എത്താനും കഴിയുള്ളൂ. അപ്പോൾ ഇനി അനാമികയുടെ പ്ലാനുകളിലാണെങ്കിലും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ആർക്കാണെങ്കിലും നമുക്ക് ആവശ്യം വരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ സ്റ്റക്ക് ആവാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഏതൊരു ഏരിയയിലും കൈവയ്ക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് അതിൽ നിന്നുണ്ടാവുക. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആളാണ് അനാമിക. ഇനിയും ആ പ്ലാനുകളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇതേ ട്രാക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിനഫോളി സ്റ്റുഡൻസിനൊക്കെയും അനാമികയുടെ ഈ ജേർണി വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു അനാമിക. താങ്ക് യു.